നോക്കൂ, ഇപ്പോൾ ഹിന്ദു ദിനപത്രം ഇന്നലെ നടത്തിയ ഖേദപ്രകടനം യഥാർത്ഥത്തിലൊരു വലിയ വെളിപ്പെടുത്തലായിരുന്നു അല്ലേ? ആ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? ഒരു PR ഏജൻസി, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൈസൺ എന്ന PR ഏജൻസിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖം എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഹിന്ദുവിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ വെളിപ്പെടുത്തൽ, ആ അഭിമുഖം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിമുഖത്തെ സാക്ഷികളായി ഈ PR ഏജൻസിയുടെ 2 ഉദ്യോഗസ്ഥർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. മൂന്നാമത്തതാണ് ഏറ്റവും അപകടകരമായ വെളിപ്പെടുത്തൽ. അത് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറയാത്ത കാര്യം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി എഴുതി ഈ PR ഉദ്യോഗസ്ഥർ നൽകി എന്നുള്ളതാണ്. അത് തെറ്റായൊരു ജേർണലിസം രീതിയായി പോയി എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു ഖേദം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, ഇക്കാര്യത്തിൽ ഞാൻ ഹിന്ദുവിനെ അവിശ്വസിക്കുന്നില്ല. ഒന്ന്, ഒരു ഏജൻസിയാണ് അവരെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടത് എന്നൊരു കള്ളക്കഥ മെനയേണ്ട ഒരാവശ്യവും ഹിന്ദു പോലൊരു ദിനപത്രത്തിനില്ല. 2, ഈ അഭിമുഖം നടക്കുമ്പോൾ അവിടെ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട 2 ആളുകൾ ഉണ്ടായിരുന്നു എന്നൊരു കള്ളക്കഥ പറയേണ്ട ആവശ്യവും ഹിന്ദുവിനില്ല. 3, ഈ പറഞ്ഞ ആളുകളാണ് എഴുതി തന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് ഉൾപ്പെടുത്തിയത്, അതുകൊണ്ട് ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറയുമ്പോൾ അക്കാര്യത്തിലും ഹിന്ദുവിനെ അവിശ്വസിക്കേണ്ടതില്ല. എന്ന് മാത്രവുമല്ല, ഇന്നലെ വൈകുന്നേരം ഈ പറയുന്ന ഖേദപ്രകടനം വന്ന് നമ്മളിപ്പോൾ ഈ രാത്രി ഇരിക്കുന്നത് വരെ ഇതിനെതിരായി ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഹിന്ദു ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. അവരതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് ഹിന്ദുവുമായി ബന്ധപ്പെട്ടൊരു അവിശ്വാസവുമില്ല. എന്നാൽ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വിറളി പിടിച്ചൊരവസ്ഥയിലാണ് CPMൻ്റെ നേതാക്കൾ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. നോക്കൂ, ഇപ്പോൾ ഒരു PR ഏജൻസി ഡൽഹി കേന്ദ്രീകരിച്ചൊരു സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ചോദിക്കുന്നത്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDFൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം LDF യോഗം ചേർന്ന് അന്ന് ജീവിച്ചിരുന്ന കാനൻ രാജേന്ദ്രനും അന്നുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും മറ്റു നേതാക്കളൊക്കെ കൂടെ എഴുതി തീരുമാനിച്ചുണ്ടാക്കിയ ഒരു മുദ്രാവാക്യമല്ല LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളത്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അഡ്വർടൈസിങ് ഏജൻസി, ഒരു PR ഏജൻസി എഴുതി തയ്യാറാക്കി കൊടുത്തതാണ്. UDFൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു അന്നത്തത്? വളരണം ഈ നാട്, തുടരണം ഈ ഭരണം. ഇതും അന്ന് ഒരു പ്രധാനപ്പെട്ട PR ഏജൻസി എഴുതി കൊടുത്ത മുദ്രാവാക്യമാണ്. അപ്പോൾ ആ 2 മുദ്രാവാക്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് 2 മുന്നണികൾ 2016 ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ PR ഏജൻസി വളരെ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ ഈ പറയുന്ന സംഘടനാശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2021 വന്നാൽ ഉറപ്പാണ് LDF, അതും ഒരു PR ഏജൻസി ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ്. ഇപ്പുറത്ത് നാട് നന്നാവാൻ UDF, അതും ഒരു PR ഏജൻസി ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ്. ഇതൊന്നും ഇന്നിപ്പോഴുള്ള ഈ കാലത്ത് ഒരു അപകടകരമായ കാര്യമേ അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ആളുകളുമായുള്ള കമ്മ്യൂണിക്കേഷൻ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് PRDയെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമല്ല. അത് മാത്രവുമല്ല, ഇപ്പം നിങ്ങൾ നോക്കിയോ, 2016 മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ലെയ്സൺ ഓഫീസേഴ്സ് ഇല്ലേ? ഇപ്പോൾ സമ്പത്തിനെ ആയിരുന്നല്ലോ ആദ്യം ലെയ്സൺ ഓഫീസറായിട്ട് വെച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ വേണു രാജാമണിയെ വെച്ചു. ഇപ്പോൾ KV തോമസ് ലെയ്സൺ ഓഫീസറാണ്. അപ്പം ഈ രീതിയിൽ PR ഏജൻസികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമേ അല്ല. അത് ഈ ആധുനിക കാലത്ത് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിന് എന്തെന്നെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടിയത് കേരളം വ്യവസായ സൗഹൃദ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും മികച്ച ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മികച്ച ടൂറിസം മേഖലയാണ് എന്നുള്ള എനിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഈ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഈ PR ഏജൻസികളിലൂടെ വിവിധ മാധ്യമങ്ങളിലേക്ക് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും അവർക്ക് ഈ ഡാറ്റാസ് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം, അതിനൊരു തടസ്സവുമില്ല. ഇതിപ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, PR ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ വിജയരാഘവൻ ചോദിച്ചല്ലോ, അവരെന്താ ദേശവിരുദ്ധ ശക്തിയാണ്? അങ്ങനെ 1-2 പ്രതികരണങ്ങൾ ഒഴിച്ചാൽ ഈ PR ഏജൻസി എന്ന് പറയുന്ന ഒരു സംഭവത്തെ വിറളി പിടിച്ചുകൊണ്ട് അതെന്തോ ഒരു കുഴപ്പമാണെന്ന രീതിയിൽ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷ നേതാക്കളാണ്. CPM, പ്രത്യേകിച്ച് CPM നേതാക്കളാണ്. അവർ മാത്രമേ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളൂ. ഞാൻ അതിനെ അത്ര വലിയ ഗൗരവമായൊരു വിഷയമായിട്ട് കാണുന്നതേയില്ല. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ PR ഏജൻസി, ഒരു കാര്യം കൂടി പറയാം, ഈ PR ഏജൻസി ഹിന്ദുവിനെ മാത്രമല്ലല്ലോ സമീപിച്ചിട്ടുള്ളത്. അവർ ഹിന്ദുസ്ഥാൻ ടൈംസിനെ സമീപിച്ചിട്ടുണ്ട്, ഇക്കണോമിക് ടൈംസിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖങ്ങൾ ദേശീയ ദിനപത്രത്തിൽ ആഫ്റ്റർ ഈ വയനാട് ദുരന്തത്തിനൊക്കെ ശേഷം മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം എല്ലാ ദേശീയ ദിനപത്രങ്ങളിലും വരുന്നതിന് വേണ്ടിയിട്ട് ആ ഏജൻസി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു തെറ്റേ അല്ല. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ആ ഏജൻസി
ഈ പറയുന്ന മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, ആ അഭിമുഖത്തിൽ പറയാത്തൊരു കാര്യം ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു എന്നിടത്താണ് ആ തെറ്റ്. അങ്ങനെ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ നിർദ്ദേശം എവിടെ നിന്നാണ് പോയത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം പുറത്തു വരികയില്ല. ഇപ്പം മലപ്പുറം എന്നുള്ള വിഷയം യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വെളിപ്പെടുത്തേണ്ടി വന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഈ അഭിമുഖത്തിൽ തെറ്റായ കാര്യങ്ങൾ വന്നിരിക്കുന്നു, പറയാത്ത കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയാൻ നിർബന്ധിതമായൊരു സാഹചര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇത് വരില്ല, ഈ പ്രശ്നം വരത്തില്ല. കാരണം മലപ്പുറമൊക്കെ ഓൾറെഡി പറഞ്ഞ അതൊക്കെ വിവാദമായതാണ്. ആ മലപ്പുറം എന്ന വാക്ക് മാത്രമാണ് ഒരു പ്രശ്നമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഹിന്ദുവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയത്തില്ല. പകരം ഇന്നലെ പറഞ്ഞ ബാക്കി കാര്യങ്ങളുണ്ടല്ലോ, മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഗോൾഡ് സ്മഗ്ലിങ്ങിന് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ അത്തരം കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചാൽ മതിയായിരുന്നു. അവിടെ ഒരു വാക്ക് വന്നു എന്നുള്ളതാണ്. അതെന്താണ്? ദേശവിരുദ്ധ പ്രവർത്തനത്തിന്, ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് ഈ പണം ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം ആ അഭിമുഖത്തിൽ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ഒരൊറ്റ കുഞ്ഞറിയത്തില്ലെന്ന് മാത്രമല്ല ഹിന്ദുവിനെതിരെ ഒരു വാക്കും പറയത്തുമില്ല പിണറായി വിജയൻ. കാരണം 21 തീയതി വാർത്താ സമ്മേളനം നടത്തുകയും 22 തീയതി എല്ലാ പത്രമാധ്യമങ്ങളും അച്ചടിക്കുകയും 21 തീയതി തന്നെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും കാണിക്കുകയും ചെയ്ത ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും പിന്നീട് വിശദീകരിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വാക്ക് വന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഞാൻ വിചാരിക്കുന്നത് ഈ ഹിന്ദു ഇതുവരെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് PR ഏജൻസി അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിനകത്ത് എനിക്കൊരു അവ്യക്തതയുമില്ല. 2, അതിൻ്റെ ആളുകൾ അവിടെ നിന്നിരുന്നു എന്ന കാര്യത്തിൽ ഹിന്ദു പറയാത്തിടത്തോളം കാലം, ഹിന്ദു ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാത്തിടത്തോളം കാലം ഹിന്ദുവിലാണ് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഹിന്ദു എന്നൊരു ദിനപത്രത്തിന് ഒരു പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു കഥ മെനയേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ കാര്യത്തിൽ വ്യക്തത വരും. എപ്പോഴാണ് വരിക? ഒന്ന്, ഈ ഏജൻസി ഇല്ല എന്ന് പറയണം. ഏജൻസി ഇല്ലാന്ന് ആരാ പറയേണ്ടത്? ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണം. അതല്ല എങ്കിൽ ഈ ഏജൻസിയുടെ ആളുകൾ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് അത് താൻ പറയാത്ത കാര്യമായിരുന്നിട്ട് കൂടിയും ആ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുവിനെതിരെ കേസിന് പോകണം. ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതൊരു ഖേദപ്രകടനത്തിൽ അവസാനിക്കുന്ന കാര്യമല്ല. അതൊരു ചെറിയ കാര്യമാണോ? മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സംശയത്തിന് നിഴലിലാക്കുന്നു. അവിടുത്തെ 90% വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ സംശയത്തിന് നിഴലിലാക്കുന്നു. അവർ ഈ ഹവാല പണവും ഗോൾഡ് സ്മഗ്ലിങ്ങും ഒക്കെ നടത്തിയിട്ട് ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നം വരുന്നു. ഇത്തരം ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഖേദപ്രകടനം പോരാ, അത് അപകടകരമായ ഒരു പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലൊരാൾ ആ പോസ്റ്റിലിരിക്കുന്നുള്ള, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വമുള്ള ഒരു ഭരണ നേതാവ് ഒരു പ്രദേശത്തെ പർട്ടിക്കുലറായി എടുത്തു പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളും ആ പ്രദേശവും ആൻറ്റി നാഷണലാണ്, ആൻറ്റി സ്റ്റേറ്റ് ആണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രസ്താവന നടത്തിയതായി ഒരു മാധ്യമം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മാധ്യമത്തിന് അയ്യോ ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിപ്പോയി, ഞങ്ങൾക്ക് ചില ആളുകൾ എഴുതി തന്നതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് കൂട്ടിച്ചേർത്തതാണ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഖേദപ്രകടനം നടത്തിയാൽ അവസാനിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസിന് പോകണം, ഹിന്ദുവിനെതിരായിട്ട് കേസിന് പോകണം. ഹിന്ദുവിനെതിരായിട്ട് ഈ നിമിഷം വരെ ഒരു വാക്ക് പിന്നീട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അവിടെയാണ് ഈ സംശയം നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ PR ഏജൻസിയുമായി ബന്ധമില്ല എങ്കിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമുഖം കൊടുക്കുമ്പോൾ ഈ PR ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തതാണ് പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടതായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്ക് നിശ്ചയമായും ആ പറയുന്ന കേസിൽ ഹിന്ദുവിനെതിരായിട്ട് കേസിന് പോകാം. അതല്ല എങ്കിൽ നിങ്ങൾ പെട്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഉണ്ടാക്കിയതിനകത്ത് ഹിന്ദു പത്രത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും അതിനകത്ത് തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്നും അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് സംഭവിച്ചത് എങ്കിൽ ഹിന്ദുവിനെതിരെ കേസിന് പോകട്ടെ. ഇക്കാര്യത്തിലൊരു വിശദീകരണം മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയേണ്ടത്. CPM നേതാക്കൾ നിരന്നു നിന്ന് പറയുന്നുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. ഇത് വളരെ ഔദ്യോഗികമായൊരു പരിപാടിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഔദ്യോഗികമായി ഒരു ദേശീയ മാധ്യമത്തിന് കൊടുക്കുന്ന അഭിമുഖമാണ്. അക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരണം വരേണ്ടത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതിന് ഒട്ടും തന്നെ വൈകിക്കൂടാ. യഥാർത്ഥത്തിൽ ഈ ഖേദപ്രകടനത്തിലൂടെ ഹിന്ദു ഉണ്ടാക്കിയിരിക്കുന്ന വെളിപ്പെടുത്തലിൽ ശരിക്കും പെട്ടുപോയിരിക്കുന്നു. മാത്രമല്ല ഈ PR എക്സസൈസ് പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.